Good afternoon. Good afternoon. Good afternoon. Okay, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് നമ്മള് മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ എവിടെ വരെ പറഞ്ഞു നിർത്തി? നമ്മള് മെയിൻ്റനൻസ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓക്കെ, അതായത് നമ്മള് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിന്റെ പ്രധാനമായിട്ടും 5 ഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിച്ചിരുന്നു. പ്ലാനിങ് ഫോർ എക്യുപ്മെന്റ്, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, പിന്നെന്തായിരുന്നു മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്, പിന്നെന്തായിരുന്നു യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്, ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. അങ്ങനെ 5 പോയിന്റുകളുണ്ട്, 5 ഘട്ടങ്ങളുണ്ട്. അതിൽ ഓരോ പോയിന്റുകളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്ലാനിങ് നമ്മൾ പറഞ്ഞു, ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ആണ്. അത് കുറച്ച് അല്ലെ, അതുകൊണ്ട് 3ാമത്തെ പോയിന്റ് വരെ മാത്രമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയോ അത്രയും താങ്കള്? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ശരി. ബാക്കിയുള്ള താങ്കള് നമുക്ക് നോക്കണ്ട, ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാണേ. അപ്പൊ നമ്മള് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. മെയിൻ്റനൻസ് നമുക്ക് 3, എന്താണ് മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് എ സയന്റിഫിക് അപ്രോച്ച് ടു റീസ്ട്രെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് എൻ എക്യുപ്മെന്റ് ഈസ് കോൾഡ് മെയിൻ്റനൻസ്. ഓക്കെ, നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചതാണ്. അതിന് നമുക്ക് പ്രധാനമായിട്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ളത്. മെയിൻ്റനൻസ് തന്നെ 3 ടൈപ്പ് ഉണ്ട് അല്ലെ. ഒന്നാമത്തെ എന്തായിരുന്നു? പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആണ് അല്ലെ. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആണ്, ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, അതായത് പീരിയോഡിക് ആയിട്ട് നമ്മൾ നടത്തുന്ന മെയിൻ്റനൻസ് ആണ്. അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ എത്ര നാള് കൂടുമ്പോൾ സർവീസിന് കൊണ്ടുപോകാറുണ്ട് അല്ലെ. അതൊക്കെ എന്താണ്? പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ പുതിയ വണ്ടികളൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൃത്യമായിട്ട് അതിന്റെ സർവീസും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യാറുണ്ട് അല്ലെ. എന്താണ് അത്? അതൊരു പ്രിവെന്റീവ് മെയിൻ്റനൻസിന്റെ ഭാഗമാണ് അല്ലെ. ഓക്കെ, അത് ഷെഡ്യൂൾഡ് ആണ് അല്ലെ. ഇത്ര നാള് സർവീസ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി എന്താണ്? ഷെഡ്യൂൾഡ് ആണ്. നമ്മൾ പറഞ്ഞു ഡൺ പീരിയോഡിക്കലി, ഡൺ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, കറക്റ്റ് ആയി വിചാരിക്കുന്നു. ഡൺ പീരിയോഡിക്കലി, ദാറ്റ് ഈസ് വൺസ് ഇൻ എ ഇയർ ഓർ 2, അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ പീരിയോഡിക് ആയിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ മെയിൻ്റനൻസ് നടത്തുന്നു. ഇതിന് വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ദ ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ബ്രേക്ക് ഡൗൺ വന്നിട്ടില്ല, വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ്. രണ്ടാമത് ഡിറ്റക്റ്റീവ് മെയിൻ്റനൻസ് ആണ് അല്ലെ. ഡിറ്റക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക പ്രോബ്ലം എന്താണ് അത് കണ്ടെത്തിയിട്ട് നമ്മൾ അതിനു വേണ്ടി നടത്തുന്ന മെയിൻ്റനൻസ് ആണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോബ്ലം നമ്മൾ കണ്ടെത്തിയിട്ട് അതിനു വേണ്ടി നടത്തുന്ന മെയിൻ്റനൻസിനെയാണ് ഡിറ്റക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള്, എനിക്ക് തോന്നുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ കാർ ഓടിച്ചുകൊണ്ട് പോവാണ്, അപ്പൊ പെട്ടെന്ന് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു നോയ്സ് കാറിൽ നിന്ന് വരികയാണ് അല്ലെ. കാർ ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല, കാർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ശബ്ദം അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഡിറ്റക്റ്റീവ് മെയിൻ്റനൻസ് നടത്തുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ സ്ട്രേഞ്ച് നോയ്സ് വന്നതെന്ന് മനസ്സിലാക്കി അതിന് നമുക്ക് മെയിൻ്റനൻസ് നടത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ആ ഒരു പ്രത്യേക പ്രോബ്ലം എന്താണോ എന്നത് കണ്ടെത്തിയിട്ട് നമ്മൾ നടത്തുന്ന മെയിൻ്റനൻസ്, ഇതിനെയാണ് ഡിറ്റക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡൺ ഫോർ ഫൈൻഡിങ് എ പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് ആണ്. പറഞ്ഞ എന്താണ്? ബ്രേക്ക് ഡൗൺ ആയി എക്യുപ്മെന്റ് കംപ്ലീറ്റ്ലി അത് പ്രവർത്തനരഹിതമായി, ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ നോക്കാം, ദ മെഷീൻ വിൽ ബ്രേക്ക് ഡൗൺ ആൻഡ് വിൽ നോട്ട് വർക്ക്. മെഷീൻ എന്തായി? ബ്രേക്ക് ഡൗൺ ആയി, അത് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ എന്താണ്? ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ് ഹിയർ, അവിടെ അതിന്റെ പ്രവർത്തനങ്ങള് നടക്കുന്നില്ല. ഐഡിയൽ ടൈം ആൻഡ് കോസ്റ്റ്, അപ്പൊ എന്ത് സംഭവിക്കും? ടൈം നഷ്ടപ്പെടും. കാരണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ആ ഒരു എക്യുപ്മെന്റ് അത്രയും ആവശ്യമാണ്. അത് അവിടെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ
എന്ത് സംഭവിക്കും? അതുമൂലം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവിടെ സ്റ്റോപ്പ് ആവും അല്ലെ? അതുമൂലം നമുക്ക് ഒരുപാട് ടൈം അവിടെ നഷ്ടപ്പെടും. അത് മാത്രമല്ല, ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് മെയിൻ്റനൻസ് നടത്തണമെങ്കിൽ നമുക്ക് വളരെയധികം ചെലവ് വേണ്ടി വരും അല്ലെ? കോസ്റ്റ് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ 3 ടൈപ്പ് മെയിൻ്റനൻസ് നിങ്ങൾ ഓർക്കുക കേട്ടോ. പ്രിവെന്റീവ് മെയിൻ്റനൻസ്, ഡിറ്റക്റ്റീവ് മെയിൻ്റനൻസ്, ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. ഓക്കെ, ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റനൻസ് ഇൻ എ ഹോസ്പിറ്റൽ വിൽ ഫൈനലി ലീഡ് ടു. അതായത് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ഇത്തരം എക്യുപ്മെന്റ്സുകള് മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ പ്രോബ്ലംസിലോട്ട് നയിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെ പ്രോബ്ലംസിലോട്ട് നയിക്കും? 4 പോയിന്റുകളാണ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ. അതാണ് റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ. അതായത് നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിന്റെ സേഫ്റ്റി, അവരുടെ സുരക്ഷിതത്വം, അവരുടെ സെക്യൂരിറ്റി, അവർക്ക് വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു പരിചരണങ്ങൾ കൊടുക്കുന്നതിലൊക്കെ റിസ്ക് വരും, ബുദ്ധിമുട്ട് വരും അല്ലെ? കാര്യം എന്താണ്? അത്രയും ആവശ്യമുള്ള എക്യുപ്മെന്റുകളാണ്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് കേടുവരും അല്ലെ? പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ലബോറട്ടറി എക്യുപ്മെന്റ്സുകളൊക്കെ ആണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ എടുക്കുന്ന റീഡിങ്ങുകളും കാര്യങ്ങളൊക്കെ തെറ്റുവരും. അപ്പൊ അങ്ങനെ തെറ്റ് വന്നു കഴിഞ്ഞാല് നമുക്ക് ശരിയായ രീതിയിൽ ചിലപ്പോൾ ഡയഗ്നോസിസ് നടത്താൻ പറ്റില്ല. അതിനെ തുടർന്ന് നമുക്ക് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ്, കെയറിങ് കൊടുക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഇതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വരും അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത് റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ. പേഷ്യൻസിന്റെ സുരക്ഷിതത്വത്തിനെ, അവരുടെ സേഫ്റ്റിനെ, സെക്യൂരിറ്റിനെ, ആരോഗ്യ പരിചരണത്തിനെയൊക്കെ അത് വളരെ ദോഷകരമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ ഓയിങ് ടു ഫെയിലിയർ, ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയാസ് ഓഫ് ദ എക്യുപ്മെന്റ് ഫോർ ദ റിപ്പയർസ്. അതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ, ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളത് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ യൂട്ടിലൈസേഷൻ കുറയും. അതുമൂലം ആ എക്യുപ്മെന്റ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? അതൊക്കെ അവിടെ നഷ്ടപ്പെടുകയാണ്. ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ, അതിന്റെ യൂട്ടിലിറ്റി നഷ്ടപ്പെടുകയും, യൂട്ടിലിറ്റി നഷ്ടപ്പെടുക മാത്രമല്ല അതുമൂലം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന റവന്യൂ, വരുമാനം വരെ അവിടെ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും അല്ലെ? അതാണ് പറയുന്നത് ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ. ഇത്തരം എക്യുപ്മെന്റ്സുകൾ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അത് എന്താണ്? നമുക്ക് അതിന്റെ യൂട്ടിലിറ്റി നമ്മുടെ കുറയും അല്ലെ? അത് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ നഷ്ടപ്പെടും. അതിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന റവന്യൂ, വരുമാനവും നമ്മുടെ തിരിച്ചു പോകും അല്ലെ? ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ലോസ് ഓഫ് ഗുഡ്വിൽ. ലോസ് ഓഫ് ഗുഡ്വിൽ ഓയിങ് ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സ്. അതുപോലെ ഒരു എക്യുപ്മെന്റ് അവിടെ പ്രവർത്തനരഹിതമാവാണ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുകയാണ് എന്ന് പറഞ്ഞാല് അത് ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ ഇൻഎഫിഷ്യൻസിനെയല്ലേ കാണിക്കുന്നത് അല്ലെ? പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ടായിരിക്കാം എക്യുപ്മെന്റ്സുകളൊക്കെ ഫെയിലിയർ ആവുന്നത്, ബ്രേക്ക് ഡൗൺ ആവുന്നത്. അപ്പൊ അത് എന്താണ് അവിടെ കാണിക്കുന്നത്? ഇൻഎഫിഷ്യൻസിനെയാണ് കാണിക്കുന്നത് അല്ലെ? ഇൻഎഫിഷ്യൻസി, അതുപോലെ തന്നെ ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സുകളൊക്കെ അവിടെ എന്താണ്? നഷ്ടപ്പെടുകയാണ്. ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളിലെല്ലാം തന്നെ ആ ഒരു എന്താ പറയുക ഇൻഎഫിഷ്യൻസി കാണിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡുകൾ കുറയുന്ന ഒരു പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ നഷ്ടപ്പെടുത്തും? ലോസ് ഓഫ് ഗുഡ്വിൽ. ആ നല്ല പേര് അവിടെ നഷ്ടപ്പെട്ടു പോകും അല്ലെ? ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗുഡ്വില്ല് പോലും നഷ്ടപ്പെടാനായിട്ട് അത് കാരണമാകുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? നെറ്റ് റിഡക്ഷൻ ഇൻ ഇഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. നെറ്റ് റിഡക്ഷൻ ഇൻ ഇഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. ആ ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് തന്നെ അവിടെ റിഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു എക്യുപ്മെന്റ് വാങ്ങി, ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ്, അതൊരു 10-25 വർഷം ഓടേണ്ട ഒരു എക്യുപ്മെന്റ് ആണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് നടത്താത്തതുകൊണ്ട് വെറും 15 വർഷം മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. 15 വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്തായി? ആ എക്യുപ്മെന്റിന്റെ പ്രവർത്തനം നിലച്ചുപോയി. പക്ഷെ 25 വർഷം വരെ ഓടാൻ കപ്പാസിറ്റി ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അപ്പൊ എന്ത് സംഭവിച്ചു? അതിന്റെ ഇഫക്റ്റീവ് ലൈഫ് ഓഫ് എൻ എക്യുപ്മെന്റ് അവിടെ മൊത്തത്തിൽ എന്ത് പറ്റി? കുറഞ്ഞു പോയി. എന്തുകൊണ്ട് അങ്ങനെ വന്നത്? നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് നടത്താത്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പൊ നമ്മള്
പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. മെയിൻ്റനൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും? അത് പേഷ്യൻസിന്റെ സേഫ്റ്റി, സെക്യൂരിറ്റിനെ, കെയറിങ്ങിനെയൊക്കെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ആ എക്യുപ്മെന്റിന്റെ യൂട്ടിലൈസേഷൻ കുറയും. അതുമൂലം ഉണ്ടാകുന്ന റവന്യൂ, വരുമാനം നിലയ്ക്കും. അതുപോലെ തന്നെ എന്താണ്, ആ ഒരു എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിന്റെ ഇൻഎഫിഷ്യൻസിനെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിനെ കുറയ്ക്കുന്നതിന് തുല്യമാണ്. അതിലൂടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ബുദ്ധിയും അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മേടിച്ച എക്യുപ്മെന്റിന്റെ നെറ്റ് ലൈഫ്, അതിന്റെ ആ ഒരു ഇഫക്റ്റീവ് ലൈഫ് തന്നെ അവിടെ മൊത്തത്തിൽ എന്ത് ചെയ്യപ്പെടാണ്? റെഡ്യൂസ് ചെയ്യപ്പെടാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? വേറെ കൂടുതലൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽസ് കേട്ടോ. ഇനി ഹോസ്പിറ്റൽസിൽ ഈ പറയുന്ന നമ്മളിപ്പോ മെയിൻ്റനൻസ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ് കണ്ടു. മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് മെയിൻ്റനൻസ് നടത്തേണ്ടത്? ഓക്കെ, മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ? നോക്കുക. മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽ. മെയിൻ്റനൻസ് മസ്റ്റ് ബി ഡൺ ബൈ. എങ്ങനെയൊക്കെയാണ് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യേണ്ടത്? ഒന്ന്, പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ. നമ്മൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം? എക്യുപ്മെന്റ്സുകൾ സ്ഥാപിച്ചിരിക്കണം. ശരിയായ രീതിയിൽ സ്ഥാപിച്ചിരിക്കണം. വലിയ വലിയ എക്യുപ്മെന്റുകൾ, ഇപ്പൊ വലിയ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്, വലിയ വലിയ മെഷീനറീസ് ഒക്കെ ആണെങ്കിൽ നമ്മളത് ഹോസ്പിറ്റലിൽ ശരിയായ രീതിയിൽ വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഓക്കെ, പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ ആയിരിക്കണം. ശരിയായ രീതിയിൽ അതിനെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ബേസിക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? അതുപോലെ തന്നെ അതിന് വെക്കാനും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ ആ റൂം ഏരിയയിലൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ. ശരിയായ രീതിയിൽ നമ്മളത് സ്ഥാപിച്ചിരിക്കണം. അതൊക്കെ മെയിൻ്റനൻസിന്റെ ഭാഗമാണ്. പിന്നെ എന്താണ്? അപ്കീപ്പിംഗ് ആൻഡ് റിപ്പയേഴ്സ്. അപ്കീപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? കെയറിംഗ് ആണ് കേട്ടോ. കെയറിംഗ് ആൻഡ് റിപ്പയേഴ്സ്, അതായത് നമ്മൾ ശരിയായ രീതിയിൽ എക്യുപ്മെന്റ്സുകൾ കെയർ ചെയ്യുക, അതിന്റെ റിപ്പയറിംഗ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ നടത്തുക. ഓക്കെ, പിന്നെന്താണ്? പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്. പീരിയോഡിക് ക്ലീനിങ്, അതായത് നമ്മൾ റെഗുലർ ആയിട്ട് എക്യുപ്മെന്റ്സുകളൊക്കെ ക്ലീൻ ചെയ്യുക, വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്താണെന്ന്. ഓക്കെ, അപ്പൊ പ്രിവെന്റീവ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ടു അവോയ്ഡ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് പ്രിവെന്റീവ് മെയിൻ്റനൻസുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ എന്താണ്? റെക്കോർഡ് കീപ്പിംഗ്. റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്യുപ്മെന്റ്സുകളൊക്കെ മേടിക്കുന്ന സമയത്ത് അതിന്റെ വാറന്റി കാർഡുകൾ അല്ലെങ്കിൽ അതിന്റെ മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്യുന്ന ഏത് സമയത്ത് മെയിൻ്റനൻസ് നടത്തണം എന്നതിനെ പറ്റി ഒക്കെ കുറെ വാറന്റികളും കാര്യങ്ങളും കോൺട്രാക്റ്റുകളും ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അതിനെ സംബന്ധിക്കുന്ന റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് സൂക്ഷിക്കാം. ഓരോ എക്യുപ്മെന്റ് എപ്പോഴും മെയിൻ്റനൻസ് നടത്തണം. അത് നമ്മൾ അതിന്റെ മാനുഫാക്ചറർ റെക്കമെൻഡേഷൻസ് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ അതിന്റെ മെയിൻ്റനൻസും റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം തന്നെ രേഖപ്പെടുത്തുന്ന റെക്കോർഡുകളുണ്ട്. അങ്ങനെയുള്ള റെക്കോർഡുകൾ കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് കുറെ എക്യുപ്മെന്റ്സ് ആകുമ്പോൾ എല്ലാത്തിന്റെ മെയിൻ്റനൻസ് ഡേറ്റും റിപ്പയറിംഗ് ഡേറ്റും ഒന്നും ചിലപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെന്താണ്? പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയേഴ്സ്. ഇതാണ് പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയേഴ്സ്. സ്പെയറുകൾ നമ്മൾ എപ്പോഴും സംഭരിച്ചു വെക്കാം. അതിന് പെട്ടെന്ന് ഒരു കേടുപാട് വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ കുറെ സമയം ചെലവാക്കി മെയിൻ്റനൻസ്, നമ്മൾ സ്പെയറുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്പെയറുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് അത് ശരിയാക്കാനായിട്ട് പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ വലിയ എക്യുപ്മെന്റുകളൊക്കെ വാങ്ങി സൂക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യാം? അതിന്റെ സ്പെയറുകളും കൂടെ നമ്മൾ വാങ്ങി സൂക്ഷിക്കുക കേട്ടോ. പ്രൊക്യൂർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ, സംഭരിച്ചു വെക്കുക. അപ്പൊ പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്. ഓക്കെ, ക്ലിയർ ആയി? ഇതൊക്കെ എന്താണ്? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മെയിൻ്റനൻസ് നടത്തേണ്ടത് കേട്ടോ. അപ്പൊ ഒന്ന് പ്രോപ്പർ ആയിട്ട് നമ്മൾ എക്യുപ്മെന്റ്സുകൾ സ്ഥാപിക്കുക, അതുപോലെ എക്യുപ്മെന്റ്സുകൾ ശരിയായ കെയറിംഗ് കൊടുക്കുക, റിപ്പയറിംഗ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യുക, പീരിയോഡിക് ആയിട്ട് റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്യുക, പ്രിവെന്റീവ് മെയിൻ്റനൻസുകൾ നടത്തുക. പിന്നെ അതുമായിട്ട് അതിന്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ റെക്കോർഡുകളും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക, അതിന്റെ സ്പെയറുകൾ വാങ്ങി സംഭരിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ?
നെക്സ്റ്റ് വരുന്നതാണ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ് കേട്ടോ. ഓക്കെ, യൂട്ടിലൈസേഷൻ എക്യുപ്മെന്റിന്റെ യൂട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് യൂട്ടിലൈസേഷൻ ഹാസ് ടു ബി 80 to 90%. നോ അണ്ടർ ഓർ ഓവർ യൂട്ടിലൈസേഷൻ. അതുപോലെ നമ്മൾ എക്യുപ്മെന്റ് എപ്പോഴും യൂട്ടിലൈസ് ചെയ്തതിന്റെ ലിമിറ്റ് പറയുന്നത് എത്രയാണ്? 80 to 90% ആണ്. 50 തൊട്ട് 90% വരെയാണ് അതിന്റെ യൂട്ടിലൈസേഷൻ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? 80% കുറയാനും പാടില്ല, 90% കൂടാനും പാടില്ല. ആ ഒരു മിനിമം, ആ ഒരു ഒപ്റ്റിമം ലെവല് കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാം. ചില എക്യുപ്മെന്റ്സ് നമ്മൾ ഒട്ടും ഉപയോഗിക്കാതിരുന്നാൽ അത് കേടുവരും അല്ലെ? നമ്മൾ ഒട്ടും ഉപയോഗിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അത് ചിലപ്പോ ഇതായിപ്പോ കേടായിപ്പോ. ഇനി നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്താലോ അപ്പോഴും കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് പ്രത്യേകം ഒരു ലിമിറ്റ് അവർ പറയുന്നത്. യൂട്ടിലൈസേഷൻ എത്രയായിരിക്കണം? 80 to 90% ആയിരിക്കണം. 80% കാണാനും പാടില്ല, 90% കൂടാനും പാടില്ല. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതാണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. ഇനി നമ്മൾ എക്യുപ്മെന്റ് ഡിസ്കാർഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. എന്താണ്? സ്ക്രാപ്പ് ഐറ്റം ഫോർ റീസെല്ലിംഗ് ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽസ്. അതുപോലെ സ്ക്രാപ്പ് ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലായി കഴിഞ്ഞാൽ നമ്മളത് റീസെൽ ചെയ്യാം, വിൽക്കുക നമ്മള്. ഓക്കെ, സ്ക്രാപ്പ് വാല്യൂ കിട്ടും. നമുക്ക് കുറെ വാല്യൂസ് ഒക്കെ പഠിച്ചിരുന്നത്, നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ അത് റീസെൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽ, ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾക്ക് ഫ്രീ ആയിട്ട് അത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ സ്ക്രാപ്പ് റീസെൽ ചെയ്യാം, അപ്പൊ നമുക്കത് സ്ക്രാപ്പ് വാല്യൂ കിട്ടും. അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അത് കൊടുക്കുക. ക്ലിയർ ആണ്? ഇത്രയും നമ്മൾ പഠിച്ചത് എന്ത് കാര്യങ്ങളാണെന്ന് അറിയാമോ? ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട 5 ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പ്ലാനിങ് പറഞ്ഞു, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ് പറഞ്ഞു, മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി, യൂട്ടിലൈസേഷൻ എത്രയായിരിക്കണം? 80 to 90% ആയിരിക്കണം. അതിൽ താഴാനും പാടില്ല, ഉയരാനും പാടില്ല. പിന്നെ ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് ഡിസ്കാർഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്രയുമാണ് ഒരു എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ വരുന്ന 5 സ്റ്റെപ്സുകൾ. ഇതൊക്കെ ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പ്രൈം ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ഇവിടെ ക്യാപിറ്റലിനല്ലേ നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണ്? കറക്റ്റ് അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് അല്ലേ? ക്യാപിറ്റലിനല്ലേ എടുക്കുന്നത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. അതായത് നമ്മൾ ഒരു ഓർഡിനറി പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ പർച്ചേസ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എളുപ്പമാണ് നമുക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങൾ. പ്രൈം ആയിട്ടുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? 4 പോയിന്റുകളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, എക്സ്റ്റെന്റ് ഓഫ് നെഗോസിയേഷൻ. എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ, നമ്മൾ ആ നെഗോഷിയേറ്റ് ചെയ്യുന്നതിന്റെ വ്യാപ്തി അതെവിടെ കൂടുതലായിരിക്കും? നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും. ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. നമ്മളിപ്പോ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നെഗോഷിയേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഹൈ ആയിരിക്കും അല്ലെ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടാണ്, നമ്മൾ ഒരു ഹോസ്പിറ്റലിലെ ദീർഘകാല ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം എന്താണ്? ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സുകൾ ഉണ്ട് അല്ലെ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്, നല്ലൊരു എന്താ പറയാ, നമ്മൾ ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ വലിയൊരു തുക തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന്റെ വാറന്റി സംബന്ധമായിട്ട് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ മറ്റുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്യുന്നതായിട്ട് വരും. കാര്യം നമ്മളിത് ഒരുപാട് കാലത്തേക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് നമ്മൾ വാങ്ങുന്നത് അല്ലെ? കുറെ ദീർഘനാളത്തേക്ക് വർഷങ്ങളോളം ചിലപ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങുന്നത്. അതായത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ട്, അതിന്റെ റിപ്പയറിംഗ് സംബന്ധമായിട്ട്, അതിന്റെ വാറന്റി സംബന്ധമായിട്ട്, മറ്റുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് വളരെ ഒരു വലിയൊരു നെഗോഷിയേഷൻ നമുക്ക് അവിടെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? എക്സ്റ്റെൻസീവ് നെഗോഷിയേഷൻ ആണ് അവിടെ നമുക്ക് നടത്തേണ്ടതായിട്ട് വരുന്നത്.
അതേസമയം ലോ ഇൻ ഓർഡിനറി പർച്ചേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഡെയിലി ഉപയോഗത്തിനൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ലോ മോണിറ്ററി വാല്യൂ ഉണ്ടാവില്ല, വലിയൊരു തുകയൊന്നും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡിനറി പർച്ചേസിന് വലിയൊരു നെഗോഷിയേഷൻ ആവശ്യമായിട്ട് വരുന്നില്ല അല്ലെ. കാര്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്തായിരിക്കും പ്രൈസിങ് ടേംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. കാരണം നിത്യോപയോഗ വസ്തുക്കൾ എന്നുള്ള രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൈസിങ് ടേംസ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ വലിയൊരു നെഗോഷിയേഷൻ നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ക്ലിയർ ആയോ വ്യത്യാസം? അപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റിന് എന്താണ് എക്സ്റ്റെൻഡ് ഓഫ് നെഗോഷിയേഷൻ ഹൈ ആയിരിക്കും, ഓർഡിനറി പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ്സിന് നെഗോഷിയേഷൻ ലോ ആയിരിക്കും. ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തത് ലീഡ് ടൈം റിക്വയർമെന്റ്. ലീഡ് ടൈം എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു എക്യുപ്മെന്റിനുള്ള ഓർഡർ കൊടുത്ത് പർച്ചേസിംഗ് ഓർഡർ കൊടുത്ത് ആ ഒരു എക്യുപ്മെന്റ് നമ്മൾ റിസീവ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു ടൈമാണ് ലീഡ് ടൈം പറയുന്നത് അല്ലെ. അപ്പൊ ലീഡ് ടൈം റിക്വയർമെന്റ് എങ്ങനെയായിരിക്കും? ഹൈ ഇൻ ക്യാപിറ്റൽ പർച്ചേസ്. നമ്മളിപ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വലിയ വലിയ എക്യുപ്മെന്റ്സുകളൊക്കെയാണ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ലീഡ് ടൈം കൂടുതലായിരിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ കാരണം നമ്മൾ പുതിയൊരു എക്യുപ്മെന്റാ വാങ്ങുന്നത്, വലിയ എക്യുപ്മെന്റാ വാങ്ങുന്നത്. അപ്പൊ നമുക്ക് നമ്മുടേതായ ചില ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും ഒക്കെ അനുസരിച്ചുകൊണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിട്ട് കസ്റ്റമൈസ്ഡ് എക്യുപ്മെന്റ്സുകളായിരിക്കും നമ്മൾ വാങ്ങുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റുകൾ നമുക്ക് എത്തിച്ചു തരാനായിട്ട് നല്ലോണം സമയം എടുക്കും അല്ലെ. അപ്പൊ അവരുടെ ലീഡ് ടൈം ഹൈ ആയിരിക്കും ക്യാപിറ്റൽ പർച്ചേസിന്. അതേസമയം ഓർഡിനറി പർച്ചേസിന് ലീഡ് ടൈം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. കാരണം നിത്യോപയോഗമാണ്, ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്ന സംഭവമായതുകൊണ്ടും നമുക്ക് അധികം വലിയ ലീഡ് ടൈം അവിടെ ആവശ്യമില്ല. വലിയ വലിയ സ്പെസിഫിക്കേഷനോ ഫീച്ചേഴ്സോ ഒന്നും ആവശ്യമില്ലാത്ത എക്യുപ്മെന്റ്സുകളായിരിക്കും അല്ലെ. സോ ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണ്? സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ, ചെലവ്. നമുക്ക് ആലോചിച്ചാൽ അറിയാലോ, വെരി ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് ചെലവ് കൂടുതലായിരിക്കും അല്ലെ. നമ്മൾക്ക് അത് പർച്ചേസ് ചെയ്യാനാണെങ്കിലും അതിന്റെ മെയിൻ്റനൻസ് ആണെങ്കിലും ഓപ്പറേഷൻ കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാത്തിനും നല്ലോണം നമുക്ക് ചെലവ് വരും. ഹൈലി എക്സ്പെൻസീവ് ആണ് അല്ലെ, ചെലവ് കൂടുതലായിരിക്കും. പിന്നെ എന്താ പറയുന്നത്? അവൈലബിലിറ്റി ഓഫ് സോഴ്സസിന്റെ ലഭ്യത. ഇവിടെ ഉദ്ദേശിക്കുന്ന സോഴ്സസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സപ്ലയേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞു വെൻഡർ സെലക്ഷൻ, സോഴ്സ് സെലക്ഷൻ. സോഴ്സ് എന്ന് പറഞ്ഞാൽ സപ്ലയേഴ്സ് ആണ്, വെൻഡേഴ്സ് ആണ്. ഈ വെൻഡേഴ്സിന്റെ ലഭ്യത എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞത്? വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. അതായത് ഇത്തരം ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന സോഴ്സസ്, ദാറ്റ് മീൻസ് സപ്ലയേഴ്സുകള് ലിമിറ്റഡ് ഇൻ നമ്പർ, എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്. അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സുകൾ സപ്ലൈ ചെയ്യുന്ന വെണ്ടർമാര് ലിമിറ്റഡ് ആയിരിക്കും, എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. ആ ലഭ്യത നമുക്ക് കുറവായിരിക്കും. അതേസമയം ഓർഡിനറി പർച്ചേസിംഗ് എക്യുപ്മെന്റ്സുകളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ വെൻഡേഴ്സ് ഉണ്ടാവും. ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ വെൻഡേഴ്സുകൾ പൊതുവെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആയ വ്യത്യാസങ്ങള് മനസ്സിലായോ? ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് 3 ways to obtain an item to an organization. Now, 3 ways to obtain an item to an organization. ഇനി ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ഒരു ഓർഗനൈസേഷനിലേക്ക് എത്തിപ്പെടുന്ന വഴികൾ എന്തൊക്കെയാണ്? അപ്പൊ 3 വഴികളിലൂടെ അല്ലെങ്കിൽ 3 രീതിയിൽ നമുക്കൊരു ഓർഗനൈസേഷന് എന്ത് ചെയ്യാം? ഒരു ഐറ്റം നമുക്ക് ലഭിക്കാം. അതായത് എക്യുപ്മെന്റ്സുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ് 3 രീതികൾ? ഒന്ന്, പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. നമ്മളൊരു പുതിയ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാം. നമുക്ക് എന്താണ്? പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, പുതിയൊരു എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യും. അതൊരു രീതി അല്ലെ. രണ്ടാമത് എന്താണ്? പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്. അതായത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയില്ലേ, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതോ അല്ലെങ്കിൽ പഴയ എക്യുപ്മെന്റ് നമുക്ക് വാങ്ങാവുന്നതാണ്. പിന്നെന്താണ്? ബൈ ലീസിംഗ്. ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാട്ടത്തിന് എടുക്കുക അല്ലെ. ഒരു നിശ്ചിത അതെ പാട്ടത്തിന്, വാടകയ്ക്ക് എന്ന് പറയുമ്പോൾ മന്ത്ലി നമ്മൾ വാടക കൊടുക്കണം. ഇത് പാട്ടത്തിന് എടുക്കാനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കുറെ കൂടെ ഒരു കൂടുതൽ കാലയളവിലേക്ക് നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്തിട്ട് ആ വസ്തു നമ്മൾ ലീസിന് എടുക്കണം കേട്ടോ, പാട്ടത്തിന് എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ 3 രീതിയിൽ നമുക്ക് എക്യുപ്മെന്റുകൾ ലഭിക്കാം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? ഒന്നിനും പുതിയ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് എക്യുപ്മെന്റ്സുകൾ വാങ്ങാം, അല്ലെങ്കിൽ നമ്മൾ പാട്ടത്തിന് എടുക്കുക. ഇതാണ് 3 രീതികൾ. അപ്പൊ ഈ 3 രീതികൾക്കും അതിൻ്റെതായ ബെനിഫിറ്റുകളുണ്ട്, അതിൻ്റെതായ ചില ദോഷങ്ങളും ഉണ്ട്. അതാണ് ഈ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ
കേസ് നമുക്ക് എടുക്കാം. എന്താണ്? പർച്ചേസിങ് എ ന്യൂ എക്യുപ്മെന്റ് കേട്ടോ. ഒരു പുതിയ എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. നമ്മളൊരു പുതിയ എക്യുപ്മെന്റ് വാങ്ങുകയാണ്, പൈസ കൊടുത്ത് വാങ്ങുകയാണ്. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? എന്താ ഫാത്തിമ? 3 ways ഇമ്പോർട്ടന്റ്. അതെ, 3 ways ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തത് കേട്ടോ, പുതിയ എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്? ഒന്നാമത്തത് ഫസ്റ്റ് കാര്യം, ഫാക്ടേഴ്സ് അല്ലാട്ടോ, പർച്ചേസിങ് ന്യൂ എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. 3 കാര്യങ്ങളാണ്. ഒന്ന്, to collect the relevant data about the equipment or from the user department. അത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വാങ്ങാൻ പോകുന്ന എക്യുപ്മെന്റിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുക. എവിടെ നിന്ന്? ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽ ആ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അവരാണല്ലോ ആ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആ ഒരു എക്യുപ്മെന്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ റിലവന്റ് ഡാറ്റ, ആ എക്യുപ്മെന്റിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ശേഖരിക്കാം. യൂസർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവർക്ക് ഏതെങ്കിലും എക്യുപ്മെന്റ് ആവശ്യം വരുമ്പോൾ അവർ എന്ത് ചെയ്യും? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് റിക്വസ്റ്റ് കൊടുക്കും. അപ്പൊ അവർക്കാണ് ആ എക്യുപ്മെന്റിനെ പറ്റി കൂടുതൽ അറിയാൻ സാധിക്കുക. അപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എക്യുപ്മെന്റിന്റെ കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്? അതിനുശേഷം ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻസ് ഫ്രം ദ സപ്ലൈസ്. സപ്ലൈസിൽ നിന്ന് നമ്മൾ കൊട്ടേഷൻസ് എടുക്കാം. നമ്മൾ കൊട്ടേഷൻ കൊടുക്കില്ലേ? ടെൻഡർ നോട്ടീസ് ഒക്കെ നൽകിയ ന്യൂസ് പേപ്പറിനകത്ത് കൊട്ടേഷൻ കൊടുക്കലാണ് അല്ലെ? കൊട്ടേഷൻ എടുക്കാണ് നമ്മൾ. ഇന്ന എക്യുപ്മെന്റ് വേണം, ഇത്ര രൂപയ്ക്ക്, ഇന്ന ഫീച്ചേഴ്സ്, ഇത്ര ക്വാളിറ്റിയിൽ, ഇത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് എക്യുപ്മെന്റ് വേണം എന്നുള്ളൊരു കൊട്ടേഷൻ നമ്മൾ ഒരു ടെൻഡർ കൊടുക്കാണ് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ സപ്ലൈസിൽ നിന്ന് കൊട്ടേഷൻസ് ക്ഷണിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യാണ്. അതിനുശേഷം എന്താണ്? അസസ്മെന്റ് ഓഫ് ദ കൊട്ടേഷൻസ് ഓർ ബിഡ്സ് എന്നല്ല കേട്ടോ, ബിഡ്സ് എന്നല്ല അവിടെ, അല്ലെ സോറി, ബിഡ്സ് എന്നാണ് കേട്ടോ. ബിഡ്സ് തന്നെയാണ്, ലേലം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബിഡ്സ്, ഓക്കെ, അതായത് ബിഡ്സ് തന്നെയാണ്. അസസ്മെന്റ് ഓഫ് ദ കൊട്ടേഷൻ ഓർ ബിഡ്സ് കേട്ടോ. അതിനുശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള കൊട്ടേഷൻസ്, ഇപ്പൊ നമ്മൾ ലേലത്തിലൊക്കെയാണ് സാധനങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അസസ് ചെയ്യാം കേട്ടോ. അസസ് ചെയ്യുക, വിലയിരുത്തുക. ഓക്കെ, അപ്പൊ നമ്മളൊരു പുതിയ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു തയ്യാറെടുപ്പ് നടത്തണം അല്ലെ? നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആ ഒരു എക്യുപ്മെന്റിന്റെ റിലവന്റ് ആയിട്ടുള്ള എല്ലാ ഡാറ്റകളും നമ്മൾ കളക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സപ്ലൈസിൽ നിന്നും കൊട്ടേഷൻസ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ധാരാളം കൊട്ടേഷൻസ് കിട്ടും അല്ലെ? അതിനെ നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്യാം, വിലയിരുത്താം. ഒരുപാട് കൊട്ടേഷൻസ് കിട്ടും. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കാം, നമ്മളുടെ വിലയ്ക്കും നമ്മൾ പറയുന്ന വിലയ്ക്ക്, നമ്മൾ പറയുന്ന ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അത്യാവശ്യം എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് ആരാണ് നമുക്കത് തരാൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അസസ് ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനിയാണ് ഫാക്ടേഴ്സ് വരുന്നത് കേട്ടോ. ഇനിയാണ് ഫാക്ടേഴ്സ് കൺസിഡറിങ് ദ പർച്ചേസിംഗ് എ ന്യൂ എക്യുപ്മെന്റ്. അപ്പൊ നമ്മളൊരു പുതിയ എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് നമ്മുടെ കൺസിഡർ ചെയ്യേണ്ടത്? ഒന്നാമത്തെ പോയിന്റ് നോക്കുക, ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ. എന്താണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ? എക്കണോമിക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? കുറച്ച് ലാഭകരമായിട്ടുള്ള രീതിയിലാണ് അല്ലെ? ഓക്കെ, എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ സർവീസ് ലൈഫ് ഓഫ് എൻ അസറ്റ് which reduces the average cost per period of service. It includes the time and cost dimension. Underline ചെയ്ത് വെക്കുക കേട്ടോ. എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ സർവീസ് ലൈഫ് ഓഫ് എൻ അസറ്റ്. സർവീസ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു എക്യുപ്മെന്റ് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട്, അതായത് ഒരു എക്യുപ്മെന്റ് ഇഫക്റ്റീവ് ആയിട്ട് എത്രത്തോളം കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, ആ ഒരു കാലയളവാണ് ആ ഒരു എക്യുപ്മെന്റിന്റെ സർവീസ് ലൈഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സർവീസ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റ് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആ ഒരു കാലയളവ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അതിന്റെ സർവീസ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്ന സർവീസ് ലൈഫ് ഓഫ് ദ അസറ്റ് ആണ്. അത് എങ്ങനെ? വിച്ച് റെഡ്യൂസസ് ദ ആവറേജ് കോസ്റ്റ് പെർ പീരീഡ് ഓഫ് സർവീസ്. അതായത് ഈ സേവന കാലയളവിലെ എല്ലാവിധ ശരാശരി ചെലവിനെ കുറയ്ക്കുന്ന രീതിയിൽ ചെയ്യുക. ആ സേവന കാലയളവിലെ
ശരാശരി ചെലവുകളെ കുറച്ചുകൊണ്ട് ആ ഒരു എക്യുപ്മെന്റ് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാലയളവ്. അതാണ് ഇത് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സേവന കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു എക്യുപ്മെന്റ് വാങ്ങാന്ന് വിചാരിക്കാം. ആ എക്യുപ്മെന്റ് വാങ്ങിക്കഴിഞ്ഞാല് നമ്മളത് വാങ്ങിയതിനു ശേഷം നമുക്ക് പല കോസ്റ്റുകൾ വരും അല്ലെ, സർവീസ് കോസ്റ്റുകൾ വരും അല്ലെ. കാര്യം നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് വരും അല്ലെ. ഇതിങ്ങനെ എക്യുപ്മെന്റ് വാങ്ങിച്ചു വെച്ചാൽ മാത്രം പോരല്ലോ, നമ്മളത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിന് എന്ത് വരും, മെയിൻ്റനൻസ് കോസ്റ്റ് വരും അല്ലെ, അഥവാ റിപ്പയർ കോസ്റ്റ് വരും, അതൊരു ചെലവാണ്. അതുപോലെ ഓപ്പറേഷൻ കോസ്റ്റ് വരും. ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു എക്യുപ്മെന്റ് ഉപയോഗിക്കാൻ ചിലപ്പോൾ പല ഇലക്ട്രിസിറ്റി ആവശ്യം വരും, ഊർജ്ജം ആവശ്യം വരും, ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ അങ്ങനെയുള്ള ഇന്ധനങ്ങളൊക്കെ ആവശ്യം വരും അല്ലെ. അതും എന്താണ് അതാണ് ഓപ്പറേഷൻ കോസ്റ്റ്. ആ എക്യുപ്മെന്റ് വെറുതെ വന്ന് പ്രവർത്തിക്കില്ല, ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ നമുക്ക് ഇലക്ട്രിസിറ്റി വേണം, ഇത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി അത് ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്രോളോ ഡീസലോ അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പൊ ആ ഒരു ഊർജ്ജത്തിനായിട്ടുള്ള ഒരു കോസ്റ്റ് വരും, അതാണ് ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചെലവുകൾ വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ചെലവുകൾ, അതാണ് അവര് പറയുന്ന ആവറേജ് കോസ്റ്റ് പെർ പീരീഡ് ഓഫ് സർവീസ്. അതിന്റെ സേവന കാലയളവിലെ ശരാശരി ചെലവുകൾ കുറയ്ക്കുക. ശരാശരി ചെലവുകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റ്, അതുപോലെ തന്നെ റിപ്പയർ കോസ്റ്റ്, ഓപ്പറേറ്റീവ് കോസ്റ്റ് അല്ലെ. പിന്നെ മാത്രമല്ല ചില എക്യുപ്മെന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ വേണ്ടി വരും. അപ്പൊ അവർക്ക് കോസ്റ്റ് വരില്ലേ, ലേബർ കോസ്റ്റ് വരില്ലേ, അതൊക്കെ അതിനകത്ത് പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ സേവന കാലയളവിലുള്ള ശരാശരി ചെലവുകളെ പരമാവധി റിഡ്യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു എക്യുപ്മെന്റിനെ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കാലയളവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലേ നമ്മുടെ ലാഭകരമായ രീതി. പരമാവധി സർവീസ് കോസ്റ്റ് കുറച്ചിട്ട് ഏറ്റവും കൂടുതൽ കാലം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിന്റെ എക്കണോമിക് ലൈഫ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ടൈം ആൻഡ് കോസ്റ്റ് ഡയമെൻഷൻ. അതിനകത്ത് ടൈം ഉൾപ്പെടുന്നുണ്ട്, കോസ്റ്റ് ഉൾപ്പെടുന്നുണ്ട്. ടൈം എന്ന് പറഞ്ഞ കാലയളവ് പറയൂ അല്ലെ, കാലയളവുണ്ട്, കോസ്റ്റും നേരത്തെ പറഞ്ഞ സർവീസ് കോസ്റ്റുകളൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയാലോ? അത് നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ. അത് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എക്യുപ്മെന്റ് വാങ്ങാൻ പോകാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും. പിന്നെ അടുത്തത് എന്താണ്, ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ. എന്താണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The total period of productivity of the machine or entire life of the machine. Underline ചെയ്യാട്ടോ. Physical life എന്ന് പറഞ്ഞാൽ എന്താണ്? Total period of productivity of the machine or the entire life of the machine. അതായത് ആ ഒരു എക്യുപ്മെന്റ് എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ട് ആ ഫങ്ഷണൽ ആയിട്ടിരിക്കുന്ന കാലയളവ്. ചുരുക്കി പറഞ്ഞ എന്താണ്, entire life of the machine. ആ മെഷീന്റെ മുഴുവൻ കാലയളവാണ് അല്ലെ, അതിന്റെ ലൈഫ് മൊത്തം, അതിന്റെ ലൈഫാണ് അവിടെ ഫിസിക്കൽ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു എക്യുപ്മെന്റ് എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ട് ഇരിക്കുന്ന ആ ഒരു കാലയളവ്, അതിന്റെ എൻ്റയർ ലൈഫ് ഓഫ് ദ മെഷീൻ, അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തൊന്ന് ശ്രദ്ധിക്കാം, ടാക്സ് ലൈഫ്. എന്താണ് ടാക്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓവർ വിച്ച് ദ ക്യാപിറ്റൽ കോസ്റ്റ് ക്യാൻ ബി റിസീവ്ഡ് ബാക്ക്. ശ്രദ്ധിക്കാം, the number of years over which the capital cost can be received back. അതായത് നമ്മൾ ഒരു മൂലധന ചെലവ് തിരികെ ലഭിക്കാൻ കഴിയുന്ന വർഷങ്ങളുടെ എണ്ണമാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. അതാണ് മൂലധന ചെലവ് തിരികെ ലഭിക്കാൻ കഴിയുന്ന വർഷങ്ങളുടെ എണ്ണമാണ് ടാക്സ് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് എന്താ പറയാ, നമ്മള് ഒരു എക്യുപ്മെന്റ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ് കേട്ടോ. നമ്മൾ ഇപ്പോ ഒരു എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ അതിന് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഒരു പരിധി വരെ ഉപയോഗിക്കുന്ന ചില നിശ്ചിത കാലയളവുണ്ട് അല്ലെ. ആ കാലയളവ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താ, ഉപയോഗം മൂലം അതിന് എന്ത് സംഭവിക്കും, തേയ്മാനം സംഭവിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ പുതിയത് വാങ്ങിച്ചു വെച്ച ഓരോ വർഷം കഴിയുന്തോറും ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിന് എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ, തേയ്മാനം സംഭവിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ ഒരു തേയ്മാനത്തിന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആ ഒരു തേയ്മാനത്തിന് നമ്മുടെ ടാക്സ് അതോറിറ്റി എന്ത് ചെയ്യുന്നല്ലോ, ആ ഒരു തേയ്മാനത്തിനായിട്ട് നമ്മുടെ ടാക്സ് അതോറിറ്റി ഒരു നിശ്ചിത തുക മാറ്റിവെക്കും. അതായത് നമ്മളിപ്പോ ഒരു എക്യുപ്മെന്റ് വാങ്ങി, അത് ഞാൻ എക്സാമ്പിൾ അതിന് ശേഷം പറയാം, ഇത് കേട്ടാൽ മതി. അതായത് ആ തേയ്മാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ടാക്സ് അതോറിറ്റി ഒരു നിശ്ചിത തുക മാറ്റിവെക്കും. ഒരു നിശ്ചിത തുക എവിടെ നിന്ന് മാറ്റിവെക്കും, ഈ ഹോസ്പിറ്റലിന് ലഭിക്കുന്ന റവന്യൂ ഉണ്ടല്ലോ, വരുമാനം,
ആ വരുമാനത്തിൽ നിന്ന് ഈ തേയ്മാനത്തിന് വേണ്ടിയിട്ട് തേയ്മാന ചെലവിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക അവര് മാറ്റിവെക്കും. ഓക്കെ, അങ്ങനെ തേയ്മാനം മൂലം ഈ ഒരു എക്യുപ്മെന്റ് ഉപയോഗശൂന്യമായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്ത് പറ്റും? ഈ ആ തുക നമ്മൾ മാറ്റിവെച്ച ഡിപ്രീസിയേഷന് വേണ്ടി മാറ്റിവെച്ച തുക ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ എക്യുപ്മെന്റ് വാങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായിട്ടുണ്ടാവില്ല, ഒന്നുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നമ്മളൊരു എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കാരണം അതിനൊരു കാലയളവുണ്ട്. കാര്യം എന്താ, ഉപയോഗം മൂലം അതിന് തേയ്മാനം സംഭവിക്കും. അപ്പൊ നമ്മുടെ ടാക്സ് അതോറിറ്റി എന്ത് ചെയ്യുന്നറിയോ, ആ തേയ്മാനം കണക്കാക്കിക്കൊണ്ട് ഒരു നിശ്ചിത തുക തേയ്മാനത്തിന് വേണ്ടിയിട്ട്, തേയ്മാന ചെലവുകൾ വരുമല്ലോ, അതിനായിട്ട് ഒരു നിശ്ചിത തുക മാറ്റിവെക്കും. എവിടെ നിന്ന് മാറ്റിവെക്കും? നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് മാറ്റിവെക്കും. ഓക്കെ, അങ്ങനെ തേയ്മാനം മൂലം അതിന്റെ കാലയളവ് അവസാനിക്കുന്ന സമയത്ത് ആ ഒരു തുക, നമ്മൾ കുറച്ച് തുക മാറ്റിവെക്കുന്നുണ്ടല്ലോ, ആ തുക ഉപയോഗിച്ച് നമുക്ക് പുതിയത് വാങ്ങാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാൻ 1,00,000 രൂപയ്ക്ക് ഒരു എക്യുപ്മെന്റ് വാങ്ങണം, 1,00,000 രൂപയ്ക്ക് ഞാൻ ഒരു എക്യുപ്മെന്റ് വാങ്ങണം കേട്ടോ. അതിന്റെ കാലയളവ് എന്ന് പറഞ്ഞാല് 5 വർഷമാണ്. 5 വർഷം ഉപയോഗിക്കാനായിട്ട് പറ്റും, അതാണ് അതിന്റെ ഒരു കാലയളവ്. അപ്പൊ ഈ ടാക്സ് അതോറിറ്റി അതിന്റെ ഡിപ്രീസിയേഷൻ എങ്ങനെ കണക്കാക്കുന്നതെന്ന് അറിയുമോ? 1,00,000 ഡിവൈഡഡ് ബൈ 5. അത് 1,00,000 രൂപയ്ക്കാണ് ഞാനത് വാങ്ങിച്ചത്. വാങ്ങിച്ച തുക ഡിവൈഡഡ് ബൈ എത്രയാണ് അതിന്റെ കാലയളവ്, അതുകൊണ്ട് ഹരിക്കാം. 5 വർഷമാണ് അതിന്റെ കാലയളവ്. 5 1,00,000 ബൈ 5 എത്ര കിട്ടും? 20,000 രൂപ കിട്ടും. ഓക്കെ, അപ്പൊ ആ 20,000 രൂപയാണ് ഡിപ്രീസിയേഷൻ തുകയായിട്ട് ടാക്സ് അതോറിറ്റി കണക്കാക്കുന്നത്. ഓരോ വർഷം ഏകദേശം 20,000 രൂപയുടെ തേയ്മാനം സംഭവിക്കും. 20,000 രൂപയുടെ തേയ്മാന ചെലവാണ് ടാക്സ് അതോറിറ്റി അതിനെ കണക്കാക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അത് എത്രയും മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞു 5 വർഷമാണ് അതിന്റെ കാലയളവ്. ഞാൻ വാങ്ങുന്നത് 2005 ഇരിക്കട്ടെ. 2005 ഞാൻ ഈ ഒരു എക്യുപ്മെന്റ് വാങ്ങുന്നത്. അപ്പോ 2005 തൊട്ട് 2006 വരെ ഒരു വർഷം ഉപയോഗിച്ചു. ഒരു വർഷം ഉപയോഗിക്കുമ്പോൾ അതിന്റെ തേയ്മാനം സംഭവിക്കില്ലേ? തേയ്മാനം സംഭവിക്കുക ആ 1,00,000 തേയ്മാന തുകയായി 20,00,000 നമ്മൾ മാറ്റിവെച്ചു. ബാക്കി എത്രയുണ്ട്? 80,000 രൂപയുണ്ട് അല്ലെ? രണ്ടാമത്തെ വർഷം 2007 ആയിട്ടോ, 2007 2005 തൊട്ട് 2007 ഒരു വർഷം അതിനൊരു 20,000 രൂപ മാറ്റിവെച്ചു തേയ്മാനത്തിനായിട്ട്. ഇനി 2007 ആണ്, അതായത് അടുത്ത രണ്ടാമത്തെ വർഷത്തിലേക്ക് വന്നു. വീണ്ടും ഒരു 20,000 രൂപ നമ്മൾ മാറ്റിവെക്കും. ഓക്കെ, മൂന്നാമത്തെ വർഷം 2008. അപ്പൊ നോക്കാം, ആദ്യത്തെ 20,000 പോയപ്പോ 80,000, രണ്ടാമത്തെ വർഷത്തിൽ 20 പോകുമ്പോ അതിന്റെ 60,000. പിന്നെ എന്താണ്, മൂന്നാമത്തെ വർഷം എത്തുമ്പോ അടുത്ത 20,000 പോകുന്നത് 60,000. ഓക്കെ, നാലാമത്തെ വർഷത്തിൽ അത് 40,000 അല്ലെ? പിന്നെ അഞ്ചാമത്തെ വർഷത്തിലോട്ട് എത്തുമ്പോൾ ഫുൾ എമൗണ്ട് അവിടെ തീരെയാണ് ശരിക്കും പറഞ്ഞത്. 80,000, 60,000, 40,000, അത് കഴിഞ്ഞ് 20,000, 20,000 കഴിഞ്ഞ് അതിനും 20,000 കഴിഞ്ഞ് 0. എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എമൗണ്ട്, ആ 20,000 രൂപ നമ്മൾ 5 വർഷത്തേക്ക് മാറ്റിവെച്ചു അല്ലെ? ആ 20,000 into 5 ചെയ്ത് എത്ര കിട്ടും? 1,00,000 രൂപ കിട്ടും. ആ 1,00,000-നല്ലേ നമ്മൾ ആ എക്യുപ്മെന്റ് വാങ്ങിയത്? ആ മൂലധനം നമുക്ക് തിരിച്ചു ലഭിച്ചില്ലേ? ആ വർഷം, എത്ര വർഷം? 5 വർഷം. അപ്പൊ അതാണ് പറയുന്നത്, നമ്പർ ഓഫ് ഇയേഴ്സ് ഓവർ വിച്ച് ക്യാപിറ്റൽ കോസ്റ്റ് ക്യാൻ ബി റിസീവ്ഡ്. കണ്ടോ, നമ്മൾ നിക്ഷേപിച്ചത് 1,00,000 ആണ്. ആ 1,00,000 ആ മൂലധന ചെലവ് തന്നെ നമുക്ക്, ആ മൂലധന നിക്ഷേപം തന്നെ നമുക്ക് തിരികെ ലഭിച്ചു. ഇങ്ങനെ മാറ്റി വെച്ചപ്പോ 5 വർഷം കഴിഞ്ഞപ്പോ നമുക്കത് തിരികെ ലഭിച്ചു. അത്രയും എമൗണ്ട് തന്നെ നമുക്ക് തിരികെ ലഭിച്ചു. ആ തിരികെ ലഭിക്കാനായിട്ട് എടുത്ത കാലയളവ് എത്ര കാലയളവാണ്? ഞാൻ പറഞ്ഞ എക്സാമ്പിൾ 5 വർഷം. ആ 5 അവരുടെ ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആയോന്ന് എനിക്കറിയില്ല, കാര്യം കിട്ടിയോ നിങ്ങൾക്ക്? മനസ്സിലായോ? ആ ഒരു മൂലധന എന്താണ് പറയാ, മൂലധന ചെലവ് നമുക്ക് തിരികെ ലഭിക്കാനായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ കേട്ടാ. ഓക്കെ, അതിനെയാണ് നമ്മൾ ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഫോർ വെഹിക്കിൾസ് എക്സ്പീരിയൻസ് എന്താണ് അങ്ങനെ പറഞ്ഞത്? കേട്ടില്ലല്ലോ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ എക്യുപ്മെന്റിന്റെ കാര്യത്തിൽ, വെഹിക്കിളിന്റെ കാര്യത്തിൽ നമ്മൾ ആക്സിഡന്റ് ആണ് പറയുന്നത്. എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിൽ ഇറ്റ്സ് എ ടിയർ ആൻഡ് വിയർ അല്ലെ? തേയ്മാനമാണ്, ഡിപ്രീസിയേഷൻ ആണ് കേട്ടോ. ഓക്കെ, അത് കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ എന്താണ് പറഞ്ഞിട്ട് സംഭവം? ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ ടാക്സ് ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അടുത്തതാണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് കേട്ടോ. എക്കണോമിക് ഫോർകാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രെഡിക്റ്റ് ചെയ്യുക, മുൻകൂട്ടി കാണാം അല്ലെ? ഓക്കെ, എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി. നമുക്ക് ഈ സ്പെയർസ് ഒക്കെ എളുപ്പത്തിൽ ലഭിക്കുമോ, അല്ലെങ്കിൽ അതിന്റെ ലഭ്യത എത്രത്തോളം ഉണ്ട്? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഓപ്പറേറ്റീവ് കോസ്റ്റ്.
അതായത് നമ്മൾ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ് ചിലപ്പോൾ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് ഇലക്ട്രിസിറ്റി ആവശ്യം വരും അല്ലെ. അപ്പൊ ആ ഇലക്ട്രിസിറ്റി എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി എടുക്കും, അതൊക്കെ നമുക്ക് വരുന്ന ചെലവുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്കൊരു ഫോർകാസ്റ്റിംഗ് പ്രഡിക്ഷൻ ഉണ്ടായിരിക്കണം അല്ലെ. അതാണ് പറയുന്നത് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്. അത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഫോർകാസ്റ്റിംഗ് ആണ്. ദാറ്റ് മീൻസ് ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ്, സ്പെയർസിന്റെ ലഭ്യത എത്രത്തോളം, കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്പെയർസ് ഒക്കെ ആണെങ്കിൽ നല്ല പൈസ നമുക്ക് അതിന്റെ പുറത്ത് ചെലവാക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ കൺസിഡർ ചെയ്യണം. സ്പെയർ കിട്ടാൻ എളുപ്പമുള്ളതാണ്. ചില സ്പെയർസ് ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല, പുറത്തുനിന്ന് വല്ലതൊക്കെ വരുത്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറെ അധികം ചെലവ് വരും. അപ്പൊ അതൊക്കെ നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാം കേട്ടോ. അതുപോലെ ഇലക്ട്രിസിറ്റി ഓക്കെ, അതൊക്കെ നോക്കാം. പിന്നെ പറയുന്നത് എന്താ വെച്ചാല് പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം, നിലവിലുള്ള അവസ്ഥയിൽ ആ എക്യുപ്മെന്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, പൊട്ടൻഷ്യൽ ആണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുക. വെച്ചാൽ നമുക്ക് അത്ര അത്യാവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എക്സിസ്റ്റിംഗ് സിസ്റ്റത്തില്, എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനകത്ത് നിലവിലുള്ള സാഹചര്യത്തില് അതിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, ആ എക്യുപ്മെന്റിന് എത്രത്തോളം എന്തുണ്ട് ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ എത്രത്തോളം പൊട്ടൻഷ്യൽ ആണ്, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ് എക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് എക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്? ദാറ്റ് മീൻസ് നമ്മളിപ്പോ ഒരു എന്തെങ്കിലും ഒരു നമ്മുടെ വീട്ടിലേക്ക് ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് വാങ്ങാൻ ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കും. ഒരു ഓവൻ വാങ്ങാൻ ഉദ്ദേശിച്ചു. നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് അതിന്റെ വില നോക്കൂലേ, വില നോക്കില്ലേ? അതായത് ഇന്ന സ്ഥലത്ത് എത്ര രൂപയാണ് അല്ലെ, ഇപ്പൊ ബിസ്മിയിൽ എത്രയാണ്, അല്ലെങ്കിൽ പിട്ടാപ്പള്ളിയിൽ എത്രയാണ്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കും അല്ലെ. നോക്കിയിട്ടല്ലേ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. നമുക്ക് പരമാവധി എന്ത് കിട്ടണം, പരമാവധി നമ്മൾ കുറച്ചും കൂടി എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സംഭവം മേടിക്കാൻ പറ്റണം. അതുപോലെ തന്നെയാണ് ഇവിടെ എക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്, ആ ഒരു സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി നമ്മൾ സർവേ നടത്താൻ തന്നെ പല ആളുകളായിട്ട് നമ്മൾ ചോദിക്കും അല്ലെ. പല ആളുകളോട് നമ്മൾ ചോദിക്കും ഏറ്റവും വില കുറവിന്, വില കുറവെന്ന് വെച്ചാൽ അങ്ങനെയല്ല, കുറച്ചും കൂടെ നമുക്ക് എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ നിന്ന് ആ വസ്തു വാങ്ങാൻ പറ്റും എന്നതിനെ പറ്റിയിട്ട് നമ്മൾ സർവേ നടത്തും, ആളുകളായിട്ട് ചോദിക്കും, നമ്മൾ അന്വേഷിക്കും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, എക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തത് കോസ്റ്റ് കൺസിഡറേഷൻ. അവിടെ ഒരു ഹൈഫൺ കൊടുക്കുക കേട്ടോ. കോസ്റ്റ് കൺസിഡർ ചെയ്യണം കേട്ടോ. ചെലവ് നമ്മൾ പരിഗണിക്കണം. എങ്ങനെയൊക്കെയുള്ള ചെലവാണ്? ഇനീഷ്യൽ കോസ്റ്റ് ഓർ പർച്ചേസ് കോസ്റ്റ്. ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് കോസ്റ്റ്, നമ്മൾ ആ സാധനം വാങ്ങാൻ എടുക്കുന്ന പർച്ചേസ് കോസ്റ്റ്. പിന്നെ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് അല്ലെ. ഇപ്പൊ വലിയ വലിയ എക്യുപ്മെന്റുകളൊക്കെ നമ്മുടെ സ്ഥലത്ത് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് കുറച്ച് ചെലവുകൾ വേണ്ടി വരും. നമ്മൾ എക്യുപ്മെന്റ് ഓർഡർ ചെയ്ത് ചിലപ്പോൾ അതിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും, കോസ്റ്റ് വരും. പിന്നെ നമ്മൾ നമ്മുടെ ഫെസിലിറ്റിയിൽ കൊണ്ടുവന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു വലിയ എക്യുപ്മെന്റ് ആണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വരക്കുള്ള സ്ക്രൂവോ മറ്റുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ നമുക്ക് പൈസ ചെലവ് വരുന്നുണ്ട് അല്ലെ. ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്. പിന്നെ ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. നേരത്തെ പറഞ്ഞില്ലേ, ഇൻ കേസ് അത് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ്. അങ്ങനെയുള്ള എല്ലാവിധ കോസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു പുതിയ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. അതിൻ്റെതായ ചില എന്തുണ്ട്, റിസ്ക് ഉണ്ട്. അങ്ങനെ എളുപ്പമില്ല അല്ലെ. പുതിയൊരു എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സുകൾ നമ്മളുടെ കൺസിഡർ ചെയ്യണം. അവിടെ എന്തൊക്കെയായിരുന്നു? എക്കണോമിക് ലൈഫ്, ഫിസിക്കൽ ലൈഫ്, ടാക്സ് ലൈഫ്, എക്കണോമിക് ഫോർകാസ്റ്റിംഗ്, പൊട്ടൻഷ്യാലിറ്റി ഇൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം, എക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്, ദെൻ കോസ്റ്റ് കൺസിഡറേഷൻ. ഓക്കെ ആണോ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി രണ്ടാമതൊരു ഓപ്ഷൻ നമ്മൾ എന്താ പറഞ്ഞത്? പർച്ചേസിംഗ് ഓഫ് എൻ ഓൾഡ് എക്യുപ്മെന്റ് അല്ലെ, സെക്കൻഡ് ഹാൻഡ് എക്യുപ്മെന്റുകൾ വാങ്ങും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. Then owing to shortage of money or to use the equipment as an experiment, ഫോർ മെയിൻ സോഴ്സസ്. അതായത് നമ്മൾ എപ്പോഴും ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങാം, സെക്കൻഡ് ഹാൻഡ് എക്യുപ്മെന്റ് എപ്പോഴാണ് നമ്മൾ വാങ്ങാം? ഒന്ന് ഷോർട്ടേജ് ഓഫ് മണി, നമുക്ക് പൈസ ഇല്ലാതെ വരുന്നത് നമ്മൾ അങ്ങനെ ചെയ്യും അല്ലെ. പൈസ ഇല്ലാതെ വരുന്നത് വെച്ചാൽ നമുക്കൊരു പുതിയ എക്യുപ്മെന്റ് വാങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് വാങ്ങും? സെക്കൻഡ് ഹാൻഡ് നോക്കും അല്ലെ. അപ്പൊ ഒന്ന് ഷോർട്ടേജ് ഓഫ് മണി. അതുപോലെ യൂസ് ദ എക്യുപ്മെന്റ് ആസ് എൻ എക്സ്പീരിയൻസ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സ്പെസിഫിക് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് വാങ്ങുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, നമുക്ക് ഓടിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും പുതിയ കാർ പോയി മേടിച്ച് ഓടിച്ച് പഠിക്കാനും നമ്മൾ വിചാരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സെക്കൻഡ് ഹാൻഡ് വാങ്ങുള്ളൂ. കാര്യം എന്താ? പുതിയത് വാങ്ങിച്ച് അതെന്തായാലും തട്ടിക്കഴിഞ്ഞ പ്രശ്നമാണ്.
അപ്പൊ നമ്മൾ സെക്കൻഡ് ഹാൻഡിലെ വാങ്ങിച്ചാൽ അത് പഠിച്ച് ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പുതിയ കാർ മേടിക്കും. അതുപോലെ തന്നെ കേട്ടോ, എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ മേടിക്കും കേട്ടോ. അപ്പൊ നോക്കാം, 4 മെയിൻ സോഴ്സസ് ഓഫ് പർച്ചേസിങ് ആൻഡ് ഓൾഡ് എക്യുപ്മെന്റ്. ഇനി ഓൾഡ് എക്യുപ്മെന്റ് നമുക്ക് വാങ്ങാൻ കഴിയുന്ന സോഴ്സസ് ഉണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് ഓൾഡ് എക്യുപ്മെന്റ്സുകൾ വാങ്ങാം, ആരിൽ നിന്നൊക്കെ വാങ്ങാം നമുക്ക്? ഒന്ന് നോക്കിയേ, ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ. നമുക്ക് നേരിട്ട് ഓണറിന്റെ കയ്യിൽ തന്നെ വാങ്ങാം അല്ലെ. ഓണർ, അതിന്റെ ഓണറിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. അങ്ങനെ വാങ്ങുമ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാമോ? Advantage is that we can see the working of the particular equipment. ആ ഒരു എക്യുപ്മെന്റിന്റെ പ്രവർത്തനം നമുക്ക് നേരിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ തന്നെ and also about the details of the past usage of the concerned equipment. ആ എക്യുപ്മെന്റിന്റെ പഴയകാല അല്ലെ, ആ ഒരു മുൻകാല ഉപയോഗത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാര്യം നമ്മൾ ഓണറിന്റെ നേരിട്ട് പോയി വാങ്ങുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രവർത്തനം അവിടെ വെച്ച് തന്നെ നേരിട്ട് കാണാനും പറ്റും. അതുപോലെ അതിന്റെ മുൻകാല ഉപയോഗത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അയാളിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. ഓക്കെ, പിന്നെന്താണ്? പിന്നെ വന്നിട്ട് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സ്, സെക്കൻഡ് ഹാൻഡ് ഡീലേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലർമാർ, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ വാറന്റി ഫോർ എ ഷോർട്ട് പീരീഡ്, ചെറിയ കാലയളവിൽ മാത്രമേ നമുക്ക് വാറന്റി കിട്ടുള്ളൂ കേട്ടോ. വലിയൊരു വാറന്റി ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു കാലയളവ് നമുക്ക് വാറന്റി കിട്ടുള്ളൂ. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ 2 types of equipment received from them. 2 type of equipmentsകൾ നമുക്ക് ഡീലേഴ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് വന്നിട്ട് റീബിൽറ്റ് ആൻഡ് റീകണ്ടീഷൻഡ് എക്യുപ്മെന്റ്. റീബിൽറ്റ് ആൻഡ് റീകണ്ടീഷൻഡ് എക്യുപ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ട് ഒന്നായി എത്ര വ്യത്യാസം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. വ്യത്യാസം വലിയ കാര്യമായിട്ടൊന്നുമില്ല. എങ്കിലും റീബിൽറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ അതിന്റെ സ്പെയർ പാർട്സുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് അല്ല, ചെറിയ ചെറിയ ടിയർ ആൻഡ് വിയർ ഒക്കെ വന്നിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. അത് റീപ്ലേസ് ചെയ്യും. പിന്നെ നമ്മൾ അതിനൊന്ന് ക്ലീൻ ചെയ്ത് അതിനൊന്ന് എന്താണ് മൊത്തത്തിൽ ഒന്ന് ഫ്രഷ് ആക്കി എടുത്തതിന് ശേഷം അത് റിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ആ പഴയൊരു വർക്കിംഗിലേക്ക് കൊണ്ടുവരുന്നത് റീബിൽഡ്. റീകണ്ടീഷൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കംപ്ലീറ്റ് മിക്കവാറും കേടായിട്ടുള്ള ഒട്ടുമിക്ക സ്പെയർ പാർട്സുകളും അല്ലെങ്കിൽ അതിന്റെ പാർട്സുകൾ എല്ലാം തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യും. പുതിയത് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്ത് പിന്നീട് നമ്മൾ അത് ഉപയോഗിക്കാം. അതാണ് റീകണ്ടീഷൻ എക്യുപ്മെന്റ് കേട്ടോ. അതിന്റെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ റീബിൽഡ് അല്ലെങ്കിൽ റീകണ്ടീഷൻ എക്യുപ്മെന്റ്സുകളാണ് നമുക്ക് അവരിൽ നിന്നും ലഭിക്കുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് എന്താണ്? ബ്രോക്കേഴ്സ്, ബ്രോക്കർമാരിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള എക്യുപ്മെന്റ്സുകൾ ബ്രോക്കേഴ്സിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഓപ്ഷനിയേഴ്സ്, ഓപ്ഷനിയേഴ്സ് എന്ന് വെച്ചാൽ ലേലത്തിന് പിടിക്കാൻ പറ്റും. ലേലത്തിനൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിച്ച വസ്തുക്കൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ അറിയാലോ എങ്ങനെയൊക്കെ കിട്ടും. ഓണറിൽ നിന്ന് കിട്ടും, ഡീലർ സെക്കൻഡ് ഹാൻഡ് ഡീലേഴ്സിൽ നിന്ന് കിട്ടും, ബ്രോക്കേഴ്സിൽ നിന്ന് കിട്ടും, ഓപ്ഷനിയേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ലാസ്റ്റ് പറഞ്ഞ ബ്രോക്കറും ഓപ്ഷനിയേഴ്സും ഉണ്ടല്ലോ, അവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്തറിയോ? ബോത്ത് ആർ റിസ്കി സോഴ്സസ്. അത് കുറച്ച് റിസ്ക് ഉള്ള സോഴ്സസ് ആണ് കേട്ടോ. ആൻഡ് ദർ വിൽ ബി നോ വാറന്റി. അതിന് പ്രത്യേകിച്ച് വാറന്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ കുറച്ച് റിസ്കി ആണ് ഈ പറയുന്ന ബ്രോക്കർമാരിൽ നിന്ന് ഓപ്ഷനിയേഴ്സിൽ നിന്നൊക്കെ വാങ്ങുമ്പോ അതിന് കുറച്ച് റിസ്ക് ഉണ്ട്. അവിടെ എന്തുണ്ടാവില്ല? ദർ വിൽ ബി നോ വാറന്റി ഉണ്ടായിരിക്കില്ല. ഓക്കെ, അത്രയും കാര്യങ്ങൾ. ഇനി നോക്കിയേ, ഡിസ്അഡ്വാൻറ്റേജസ് ഇൻ ബൈയിങ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. നമ്മൾ ഇങ്ങനെ ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങുമ്പോഴത്തെ ചില ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് കേട്ടോ. പഴയ എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ വാങ്ങുമ്പോ അതിൻ്റെതായ ചില പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ? ഒന്നാമത് എന്താണ്? എക്കണോമിക് ലൈഫ് പീരീഡ് ഓഫ് എ പെർട്ടിക്കുലർ എക്യുപ്മെന്റ് cannot be ascertained. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞു അല്ലെ, എക്കണോമിക് ലൈഫ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. സേവന കാലയളവിലെ പരമാവധി ചെലവുകൾ കുറച്ചുകൊണ്ട് ആ ഒരു എക്യുപ്മെന്റിനെ എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാലയളവ് അല്ലേ അതിന്റെ എക്കണോമിക് ലൈഫ്. അപ്പൊ നമ്മളിങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഒക്കെ വാങ്ങുന്ന എക്യുപ്മെന്റ്സ് ആകുമ്പോൾ അതിന്റെ എക്കണോമിക് ലൈഫ് പീരീഡ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. എങ്ങനെയാവുന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പുതിയതാണെങ്കിൽ കുഴപ്പമില്ല, സെക്കൻഡ് ഹാൻഡ് സംഭവങ്ങൾ വാങ്ങുമ്പോൾ എക്കണോമിക് ലൈഫ് പീരീഡ് നമുക്ക് ഒരിക്കലും അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. പിന്നെ എന്താണ്? നോ ആഫ്റ്റർ സെയിൽ സർവീസ്. ആഫ്റ്റർ സെയിൽ സർവീസുകൾ ഒന്നും ഉണ്ടായിരിക്കില്ല. സംഭവം വിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സർവീസിന്റെ കാര്യങ്ങൾക്കൊന്നും ആരും വരില്ല. ഓക്കെ, അതാണ് പറയുന്നത് നോ ആഫ്റ്റർ സെയിൽ സർവീസസ്.
ആഫ്റ്റർ സെയിൽ സർവീസുകൾ, വിൽപ്പനാനന്തര സർവീസുകളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പിന്നെന്താണ്, മെയിന്റനൻസ് ചാർജസ് ഹൈ ആയിരിക്കും. അങ്ങനെയുള്ള വസ്തുക്കളെ നമുക്ക് മെയിന്റനൻസ് നടത്തണമെങ്കിൽ അതിന് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. മെയിന്റനൻസ് ചാർജസ് ഹൈ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും കേട്ടോ. അപ്പൊ അത് രണ്ടാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ യൂസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇനി മൂന്നാമത് നമ്മൾ എന്താ പറയുന്നത്, ലീസിംഗ് ആണ് അല്ലെ. ലീസിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പാട്ടത്തിന് എടുക്കുന്നതാണ് കേട്ടോ. ലീസിംഗ് ഓഫ് എൻ എക്യുപ്മെന്റ്, എക്യുപ്മെന്റ് നമ്മൾ പാട്ടത്തിന് എടുക്കുകയാണ്. അതായത് ഒരു നിശ്ചിത കാലയളവ്, ചിലപ്പോൾ ഒരു കുറച്ചധികം കാലയളവ് ഉണ്ടാവും കേട്ടോ. ആ കാലയളവിൽ നമ്മളൊരു നിശ്ചിത തുക കൊടുത്തിട്ട് ഈ സംഭവം നമ്മൾ എന്ത് ചെയ്യാണ്, പാട്ടത്തിന് എടുക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയും നമുക്ക് എക്യുപ്മെന്റ്സ് വാങ്ങാവുന്നതാണ്. അപ്പൊ വാട്ട് ഈസ് ലീസിംഗ്, എന്താണ് ലീസിംഗ് എന്ന് പറഞ്ഞാൽ അതിന് കറക്റ്റ് ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Leasing is a process by which the right to handle an equipment changes, but ownership does not change. ആ സെന്റൻസ് ഫുള്ള് മാർക്ക് ചെയ്ത് വെക്കാം. ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? It is a process by which the right to handle an equipment changes, but ownership does not change. അതായത് right to handle an equipment or manage the equipment that transferred to someone else. നമ്മൾ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സമ്മൺ else മറ്റൊരാളിലോട്ട് നമ്മൾ ആ എക്യുപ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ആ ഒരു അവകാശം നമ്മൾ മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. പക്ഷെ എന്ത് മാറുന്നില്ല, ബട്ട് ഓണർഷിപ്പ് ഡസ് നോട്ട് ചേഞ്ച്. ഓണർഷിപ്പ് മാറുന്നുണ്ടോ? ഇല്ല. ആ ഓരോ ഓണർ എന്ത് ചെയ്യാണ്, അത് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള, അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു റൈറ്റ് ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി സമ്മൺ else. ബട്ട് എന്താണ്, ബട്ട് ഓണർഷിപ്പ് ഡസ് നോട്ട് ചേഞ്ച്. അവകാശം അവിടെ മാറുന്നില്ല. അതിനെയാണ് നമ്മൾ ലീസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ലീസിംഗിൽ രണ്ടാൾക്കാരാണ്, ലെസ്സറും ഉണ്ട് ലെസ്സിയും ഉണ്ട് കേട്ടോ. അതൊക്കെ കോമേഴ്സ് പഠിച്ച ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവും. ലെസ്സർ ലെസ്സി എന്നാണ് കേട്ടോ. ലെസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സർ. ലെസ്സർ എന്ന് പറഞ്ഞാൽ ആരാണ്, പേഴ്സൺ ഹു ഗീവ്സ് ദ എക്യുപ്മെന്റ് ഫോർ ലീസ് അല്ലെ. പാട്ടത്തിന് സാധനങ്ങൾ കൊടുക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോ ഓക്കെ അതിന്റെ ഓണർ ആവാൻ വേണ്ടി. അപ്പൊ എങ്ങനെയായാലും ലീസിന് കൊടുക്കുന്ന വ്യക്തിയാണ്, ഓണർ തന്നെയാണ് നിർബന്ധമില്ല കേട്ടോ. ലീസിന് കൊടുക്കുന്ന വ്യക്തിയാണ് ലെസ്സർ എന്ന് പറയുന്നത് കേട്ടോ. ലെസ്സർ ആരാണ്, പേഴ്സൺ ഹു ഗീവ്സ് എക്യുപ്മെന്റ് ഫോർ ലീസ്. പാട്ടത്തിന് കൊടുക്കുന്ന വ്യക്തിനെ ലെസ്സർ എന്നും. ലെസ്സി ആരാണ്, പേഴ്സൺ ഹു അക്വയർ എ പെർട്ടിക്കുലർ എക്യുപ്മെന്റ്. ആ ഒരു പാട്ടത്തിന് എടുക്കുന്ന വ്യക്തി, പാട്ടത്തിന് എക്യുപ്മെന്റ് എടുക്കുന്ന വ്യക്തിനെയാണ് ലെസ്സി എന്ന് പറയുന്നത് കേട്ടോ. മാറിപ്പോകരുത് കേട്ടോ. നമ്മൾ എംപ്ലോയർ എംപ്ലോയി എന്നൊക്കെ പറയില്ലേ, ഇൻഷുർഡ് ഇൻഷുറർ എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള രണ്ട് വാക്കുകളാണ് കേട്ടോ ലെസ്സറും ലെസ്സിയും. ലെസ്സർ ആരാണ്, പാട്ടത്തിന് കൊടുക്കുന്ന വ്യക്തി. ലെസ്സി ആരാണ്, പാട്ടത്തിന് എടുക്കുന്ന വ്യക്തി. ഓക്കെ, കേട്ടോ. ഇനി നോക്കാം ലീസിംഗ്. എന്തുകൊണ്ടാണ് നമ്മൾ ലീസിംഗ് ചെയ്യാനുള്ള കാരണം? ഇതെല്ലാം നമ്മൾ പാട്ടത്തിന് എടുക്കുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കാം? ഓക്കെ, ലീസിംഗ് ഈസ് ഡൺ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ്. ഒന്ന് നമുക്ക് ഫണ്ട് കുറവായതുകൊണ്ട്, കയ്യിൽ പൈസ ഇല്ല, ഫണ്ട് ഇല്ല, ലീസിന് എടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ലാക്ക് ഓഫ് ഫണ്ട്. പിന്നെ ഫോർ ഡൂയിങ് എക്സ്പീരിമെന്റ്സ്, ബ്രാക്കറ്റിൽ ആസ് എ ടെസ്റ്റർ, സ്പെസിഫിക് ആയിട്ടുള്ള ചില എക്സ്പീരിമെന്റ്സുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നേരത്തെ പറഞ്ഞു. അതുപോലെ ആസ് പെർ ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ എക്യുപ്മെന്റ് ഈസ് നീഡഡ്, ആ എക്യുപ്മെന്റിന്റെ ആവശ്യത്തിന്റെ കാലയളവ് അനുസരിച്ച്. അപ്പൊ നമുക്ക് ഒരുപാട് കാലത്തേക്കൊന്നും ആവശ്യമില്ല. താൽക്കാലികമായിട്ടുള്ള ഒരു ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ, ഒരു കുറച്ച് നാളത്തെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ പുതിയതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലെ എന്ത് ചെയ്താൽ മതി, ലീസിന് എടുത്താൽ മതി. നമ്മൾ ഒരുപാട് നാളത്തേക്കൊന്നും എടുക്കുന്നില്ല, നിസ്സാര കാലയളവിലേക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ് നല്ലത്, ലീസിന് എടുക്കുകയാണ് നല്ലത്. അതാണ് അവർ പറയുന്നത് ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ എക്യുപ്മെന്റ് ഈസ് നീഡഡ്. ആ എക്യുപ്മെന്റ് ആവശ്യമായിട്ടുള്ള കാലയളവിനനുസരിച്ച്. പിന്നെ എന്തിനാണ്, ടു അവോയ്ഡ് ദ ഹ്യൂജ് ലീഡ് ടൈം ഫോർ ദ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വലിയൊരു ലീഡ് ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലീസിന് എടുക്കാം. അപ്പൊ ലീഡ് ടൈം കൂടുതൽ പറഞ്ഞല്ലോ, നമ്മള് പുതിയ എക്യുപ്മെന്റ് ഒക്കെ വാങ്ങുമ്പോൾ അതിന് ലീഡ് ടൈം കൂടുതലായിരിക്കും അല്ലെ. അതേസമയം നമ്മളിങ്ങനെ പാട്ടത്തിന് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ എടുക്കാൻ പറ്റും. അപ്പൊ അവിടെ ലീഡ് ടൈം എന്താണ്, കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പ്രത്യേകിച്ച് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ആ ലീഡ് ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം ഏതാണ്, ലീസിന് എടുക്കുകയാണ് സൗകര്യം. ഓക്കെ, അതുപോലെ മറ്റൊരു സാഹചര്യം പറയുന്നത് when the capital equipment is available only on lease. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ലീസിന് മാത്രമേ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, ലീസിന് തന്നെ എടുക്കാം. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ ലീസിങ്ങിന് എടുക്കാൻ, ലീസിങ്ങിന് കാരണം എന്താണ്, എന്തുകൊണ്ടാണ് നമുക്ക് പാട്ടത്തിന് എടുക്കേണ്ടി വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ലാക്ക് ഓഫ് ഫണ്ട്, ഫണ്ട് കുറവ്. പിന്നെ ഫോർ ഡൂയിങ് എക്സ്പീരിമെന്റ്, ചില സ്പെസിഫിക് എക്സ്പീരിമെന്റ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ
നമ്മൾ പാട്ടത്തിന് എടുക്കുകയാണ് നല്ലത്, ലീസിങ്ങിന് എടുക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ ആ ഒരു എക്യുപ്മെന്റിന്റെ ഉപയോഗത്തിന്റെ കാലയളവ് അനുസരിച്ച് പിന്നെ ടു റെഡ്യൂസ് ദ ഹ്യൂജ് ലീഡ് ടൈം കുറച്ചുകൊണ്ട് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ലീഡ് ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലീസിന് എടുക്കാം. പിന്നെ ഇങ്ങനെയുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ലീസിന് മാത്രമേ കിട്ടുന്നുള്ളൂ അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിലും വേറെ പിന്നെ ഓപ്ഷൻസ് ഒന്നുമില്ല അല്ലെ. അപ്പൊ ഈ ഒരു സാഹചര്യങ്ങളിലാണ് നമ്മൾ എക്യുപ്മെന്റ്സിൽ എന്തിനെടുക്കുന്നത്, പാട്ടത്തിന് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ബോറടിച്ചോ മെറ്റീരിയൽ മാനേജ്മെന്റ് ചാപ്റ്റർ? കുറെ ദിവസമായില്ലേ ഇത് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ചാപ്റ്റർ ആണ്. ഇതൊക്കെ തീരുന്ന എനിക്ക് പോലും അറിയില്ല. നമുക്ക് വേഗം വേഗം പോവാട്ടോ. പിന്നെയുള്ള ഭാഗങ്ങൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് പോവാൻ പറ്റും. ഇത് നമുക്ക് ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് അത്യാവശ്യം വലിയ വലിയ ചാപ്റ്ററുകളാണ് കിടക്കുന്നത്. ഇത്രയും ഭാഗങ്ങള് നിങ്ങൾ വായിച്ചു നോക്കാട്ടോ. അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് ചെയ്യാം. അതാണ് അവധിയായിട്ട്. ഓക്കെ, ശരിയാണ്. Thank you, Miss. ഓക്കെ, താങ്ക് യു.